എടാ എത്ര നേരം വിളിച്ചുകൊണ്ടിരിക്കണേ? സോറി കുറച്ച് ലേറ്റ് ആയി പോയി. നിനക്ക് അതിന് ലേറ്റ് ആകാൻ മാത്രം വേറെ എന്ത് പണിയോടെ ഉള്ളത്? ഉണ്ടായിരുന്ന ജോലി കൊണ്ട് കളഞ്ഞു. എന്റെ ബിസിനസ് തുടങ്ങാനെന്ന് പറഞ്ഞ ആരാണിന്റെ കയ്യിൽ കാശും മേടിച്ചിട്ട് അതുകൊണ്ട് പൊട്ടിച്ചു. അപ്പൊ ജോലിയും കൂലിയില്ലാണ്ട് പുറത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുമല്ലേ? അതെങ്ങനെ 4 നേരം വീട്ടിൽ നിന്ന് മൂക്കൂട്ട് തിന്നാൻ കിട്ടുന്നുണ്ടല്ലോ. ആൾക്കാർ കേൾക്കും. എടാ ആൾക്കാർ കേക്കട്ടെ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. രുദ്രനിപ്പോ വരും, എന്നിട്ട് നമുക്ക് പോവാം. എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ച് കഴിച്ചോ, അതിനെ കാശിന് ഞാൻ കൊടുക്കണമല്ലോ. നിർത്തി, നീ കുറെ നേരം കണക്കുറയാൻ തുടങ്ങിയിട്ട്. ശരിയാണ്, നീ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്കൊരു ജോലിയുടെ കയ്യിൽ 10 പൈസ ഇല്ല. ഞാൻ എന്റെ ലൈഫിൽ നിന്നെ പിടിച്ചെടുത്തിട്ടുണ്ട. എന്റെ ലൈഫിൽ ഒരു സമാധാനമായിട്ട് നീ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നീ തന്നെ ഇങ്ങനെ പറയണോട്ടാ. ശരിയാണ്, നീ ഇപ്പൊ പറഞ്ഞില്ലേ ഈ കാര്യം. എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നിനക്ക് പല കാര്യങ്ങളും മേടിച്ചു തന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തു തന്നുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും കണക്ക് പറഞ്ഞിട്ടില്ല. നീ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു കാര്യം ഒരാൾക്ക് ഇങ്ങനെ സഹായം ചെയ്ത് കൊടുത്തിട്ടേ ഈ കണക്ക് പറഞ്ഞ അത്ര നല്ല പരിപാടിയൊന്നുമല്ല. പിന്നെ ചായ കുടിക്കാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എടാ